അബദ്ധങ്ങളൊന്നും പറ്റാണ്ട് ജീവിക്കുന്ന ഒരു അപൂർവമായിരിക്കില്ലേ? എനിക്കെപ്പോഴും അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും പറ്റലുണ്ട് കേട്ടോ. അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരബദ്ധം പറയട്ടെ. കഴിഞ്ഞ വ്ളോഗ് ഞാൻ പറഞ്ഞു സൺഡേ വ്ളോഗാണ്. അത് സൺഡേ വ്ളോഗ് ആയിരുന്നില്ലേ, അത് ശനിയാഴ്ചത്തെ വ്ളോഗായിരുന്നു. ഇതാണ് സൺഡേ വ്ളോഗ്. ഇനിയിപ്പോൾ സൺഡേ ആണ് മൺഡേ ആണെന്നൊന്നും പറഞ്ഞ് വഴക്കാക്കണില്ല. എന്തായാലും നമ്മളുടെ വ്ളോഗ് തന്നെ. അപ്പം നമ്മുടെ വ്ളോഗിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ് കേട്ടോ. തൊട്ട് മുന്നേ നമ്മൾ പോസ്റ്റ് ചെയ്ത വ്ളോഗ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും എപ്പോഴും പറയണമാരനെ ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ 1000 നന്ദി. അപ്പോൾ ആരെങ്കിലുമൊക്കെ പുതുതായിട്ട് നമ്മുടെ ചാനലിൽ കയറി വീഡിയോ ഒക്കെ കാണുകയാണെങ്കിലേ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്ത് കൂടെ കൂട്ടിയേക്കണേ. അപ്പോൾ ഉണ്ടല്ലോ, ഇന്ന് നമ്മൾ രാവിലെയാണ് വ്ളോഗൊക്കെ എടുക്കാൻ തുടങ്ങിയത്. നേരത്തെ നിങ്ങൾ കണ്ടില്ലായിരുന്നോ, അടുക്കളയൊക്കെ ആകെ മുഷിങ്ങി മോശനാശമായി കിടക്കുവാണ്. കാരണം ഇന്നലെ രാത്രി ഞാൻ മരിങ്ങിയിട്ടില്ല. ഇന്നലെ ഭക്ഷണം കഴിച്ചപാട് ഒരൊറ്റ മറച്ചിലാണ് ബെഡിലേക്ക്. അത്ര ക്ഷീണം തോന്നിയിരുന്നു. ഈടായിട്ട് എനിക്ക് നല്ല മടി കൂടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അടുക്കള വൃത്തിയാക്കാണ്ട് കിടന്നുറങ്ങണ ഒരു വൃത്തികെട്ട സ്വഭാവം വന്നിട്ടുണ്ട്. ഏട്ടൻ പറയും നിന്നെയൊക്കെ ശരിക്കുണ്ടല്ലോ നല്ല ചൂടുള്ള ഒരു അമ്മായിയമ്മയും 2 നാത്തൂനും ഇളയച്ചി മൂത്തച്ചി എല്ലാവരും ഉള്ള ഒരു കുടുംബത്തിലാണ് നിർത്തേണ്ടിയിരുന്നത്. ഇന്ന് എൻ്റെ ഈ ക്ഷീണം കുഴച്ചിലും മലച്ചിലും ഒക്കെ അവിടെ അങ്ങ് മാറിക്കോളും. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഗൃഹഭരണം എൻ്റെ കയ്യിൽ തന്നോട് കൂടിയിട്ട് എൻ്റെ സ്വഭാവം വളരെ വടക്കെട്ടുന്നു. അങ്ങനെയാണോ ശരിക്കും? ചിലപ്പോൾ എനിക്ക് തോന്നലുണ്ട് കേട്ടോ. പേടിക്കാൻ ആരും ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം എനിക്കുണ്ട്. എന്ന് വെച്ചാൽ കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യാത്ത ഒരു ശീലം. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് എല്ലാം കൃത്യമായി കൃത്യസമയത്ത് ചെയ്യണം എൻ്റെ അമ്മയൊക്കെ മാതിരിന്ന്. പക്ഷെ എനിക്ക് പറ്റണില്ല. വേണമെങ്കിൽ നടക്കാത്തതെന്നല്ല, കള്ളമടി തന്നെയാണ് മൂല കാരണം. പിന്നെ ഇപ്പോൾ പേടിക്കാൻ ആരും ഇല്ലല്ലോ, അതിൻ്റെ ഒരു ധൈര്യം. ആരും ഇപ്പം എന്നോട് വന്ന് ചോദിക്കും പറയുന്നില്ലല്ലോ എന്താ കൃത്യസമയത്ത് മേല് കഴുകാത്ത, മുറ്റം അടിക്കാത്ത, ദീപം കാണിക്കാത്ത എന്നൊക്കെ. പക്ഷേ അങ്ങനെ എങ്ങനെയൊന്നും പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. എല്ലാത്തിനും ഒരു കൃത്യത വേണം. അടുക്കും ചിട്ടയും കൃത്യതയൊക്കെ ഉള്ളത് എപ്പോഴും നമുക്കൊരു നല്ല പോസിറ്റീവ് എനർജി തരും. അതുകൊണ്ട് എൻ്റെ ടൈം ടേബിൾ മൊത്തത്തിലൊന്ന് അടിച്ച് പെറുക്കി വൃത്തിയാക്കി വെക്കാനായിട്ടുണ്ട്. പറഞ്ഞ് എവിടെ എത്തി? ഞാനുണ്ടല്ലോ നമ്മുടെ വെള്ളപ്പത്തിക്ക് കറിയാക്കണം കേട്ടോ. വെള്ളപ്പത്തിനുള്ള മാവ് ഇങ്ങനെ ഓൾറെഡി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇന്നലെ വെള്ളത്തിലിട്ടയാണ് പച്ചരിയും തേങ്ങയും അതുപോലെ തേങ്ങാവെള്ളവും പഞ്ചസാരയും ഈസ്റ്റൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ അപ്പം ഉണ്ടാക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ മാവ് അരച്ചാൽ മതി. അതിനുശേഷം ഞാൻ തെർമോക്കുക്കറിൽ അങ്ങ് അടച്ചു വെക്കിയത്. അപ്പോൾ പെട്ടെന്ന് പതച്ച് നിറച്ച് പൊങ്ങി വരും കേട്ടോ. ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ കറിയാക്കുകയാണ്. വെള്ളിയുള്ളിയും അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളക് എല്ലാം വഴറ്റി അതിലോട്ട് കുറച്ച് ചിക്കൻ മസാല മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഒരു പൊടി ഉപ്പും. അത് നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം കറിയിലോട്ട് തട്ടിക്കൊടുക്കുക. കുക്കറിൽ കറുത്ത കടലയും കിഴങ്ങും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്തിരി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചെടുത്താണ്. ഇതിലോട്ട് ആ മസാല തട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു കുഞ്ഞു മുറി തേങ്ങ ചിരകിയെടുക്കണം. തേങ്ങ വറുത്തരച്ചാണ് നമ്മൾ ഈ കറിയാക്കുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ ഇതുപോലെ നല്ലൊരു ബ്രൗൺ നിറം ആവുന്നവരത്തേക്കും അതിങ്ങനെ മൂപ്പിച്ചെടുക്കുക. അതിലോട്ട് നമ്മൾ കറിയിലുള്ള ഉരുളക്കിഴങ്ങും കടലയും കുറച്ച് ചാറോടെ അങ്ങ് പാർന്ന് നല്ല ഫൈനായിട്ട് അരയ്ക്കുക. എന്നിട്ട് നമ്മുടെ കറിക്ക് പാരുക. അത്രയേ ഉള്ളൂ. ഞങ്ങൾ 4 പേരല്ലേ ഉള്ളൂ. അതിൽ 2-3 പേരൊക്കെയാണ് കറി കൂട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഇത്രയും മതിയല്ലോ എന്നോർത്ത് ഞാൻ കുറച്ച് വെള്ളമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. വീട്ടിൽ ഒരുപാട് പേരൊക്കെ ഉണ്ടെങ്കിൽ കറിക്ക് നല്ല കൊഴുപ്പും ഉണ്ടാവും, ഇഷ്ടം പോലെ കറി നീട്ടുകയും ചെയ്യാം ഈ ഒരു പരുവത്തിൽ കടലക്കറി വെക്കുമ്പോൾ കേട്ടോ. അപ്പം അങ്ങനെ വെക്കാത്തവരൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ നല്ലതാണ്, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് വെള്ളപ്പത്തേക്ക് നൂലുപുട്ടിലേക്കൊക്കെ. അപ്പോഴത്തേക്കും ഇവിടെ മാവൊക്കെ നല്ലോണം നിറച്ച് പൊന്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തെർമോക്കുക്കറിൽ നിന്ന് എടുത്ത് ഇതുപോലെ നല്ല പൂ പോലെയുള്ള വെള്ളപ്പം ചുട്ടെടുക്കുകയാണേ. ഇവിടെ എൻ്റെ അച്ചുട്ടന് വെള്ളപ്പത്തിനോട് വലിയൊരു പിടുത്തമല്ല കേട്ടോ. അവന് പഞ്ചസാര ഇട്ട് കൊടുത്താലും കൂടെ 1-2 ഒക്കെ ആ ചുടുന്നനെ അങ്ങ് കഴിക്കും. ചിലപ്പോൾ അതിനും താല്പര്യം കാണിക്കില്ല. ഞാൻ പൊട്ടിച്ചങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ കഴിക്കും. പക്ഷെ മൂപ്പർക്ക് വലിയ ഇഷ്ടമല്ല. എന്നാലും 1-2 തിന്നാറുണ്ട്. അപ്പോൾ നല്ല കടലക്കറിയും വെള്ളപ്പവും ചായയൊക്കെ ആക്കി മക്കൾക്കൊക്കെ കൊടുത്തു, ഏട്ടന് കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്യാണ്. മത്തിമീൻ തന്നെ ഉണ്ട്, അത് ബാക്കി ഇരിപ്പുള്ളതാണ്. കാരണം അന്ന് നമ്മൾ മേടിച്ച ആ 1 കിലോ മീനുണ്ടല്ലോ, അതിൻ്റെ പകുതിയല്ലേ വേവിച്ചുള്ളൂ. അതിൻ്റെ ബാക്കി ഞാൻ നേരേക്കി കൊണ്ടിരിക്കുകയാണ്. അത് ഒന്നിച്ച് നേരെയൊക്കെയാണെങ്കിൽ എന്ത് സുഖമാണെന്ന് ഓർത്ത് നോക്കിയേ. നമുക്കത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പെട്ടെന്ന് കറിയാക്കാമല്ലോ. അതാ ഞാൻ പറഞ്ഞത് ഇടയായിട്ട് എനിക്ക് കള്ളമടിയാണെന്ന്. മറ്റേത് എനിക്ക് മീനൊക്കെ കിട്ടിയ ഒറ്റ നേരം കൊണ്ട് അതങ്ങ് നന്നാക്കി കഴിക്കണം. എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. എല്ലാം ശരിയാവും, എല്ലാം ശരിയാക്കി എടുക്കണം, അല്ലാണ്ട് ശരിയാവില്ല ഇപ്പോൾ പോയി കഴിഞ്ഞാൽ. അപ്പം നമ്മൾ മീൻ കറിക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ചധികം ചെറിയുള്ളി നമ്മുടെ ആ ഇടിക്കല്ലയിലിട്ട് കുത്തി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത്, പിന്നെ പച്ചമുളക്, കറിവേപ്പില, അത്രയേ വേണ്ടുള്ളൂ. അപ്പോൾ ചട്ടിയൊക്കെ ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് അതും ചൂടായപ്പോൾ
ഒരു ഇത്തിരി ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഉലുവ ഒന്ന് പൊട്ടണം. അപ്പോൾ അതിലോട്ട് ആ കറിവേപ്പില തട്ടിക്കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. ഇഞ്ചി അത്ര അധികം വേണ്ടേ, ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി എടുത്താൽ മതി. വെളുത്തുള്ളി നിങ്ങളുടെ ഇഷ്ടത്തിന് കേട്ടോ, എനിക്കത് ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞാനൊരു 4-5 വെളുത്തുള്ളി അല്ലി എടുത്തുള്ളൂ. മീൻകറിയിലൊക്കെ ഉണ്ടല്ലോ വെളുത്തുള്ളിയുടെ അല്ലി ചതച്ചിട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെയാണ്. എനിക്ക് തോന്നുന്നതാണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. അങ്ങനെ എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടോ കുറച്ചധികം വെളുത്തുള്ളിയും ഇത്തിരി ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചധികം പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ പകുതി പച്ചമുളക് നമ്മുടെ വീട്ടിലുണ്ടായാണ്, ഒരു എരിവുമില്ല, വെറുതെ മുളക് ഇട്ടു എന്ന് പറയാൻ വേണ്ടി മാത്രം. അപ്പോൾ അതങ്ങനെ കുറച്ചധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കിയതിന് ശേഷം ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും കുറച്ചും കൂടെ കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലോണം വഴറ്റി മൂപ്പിച്ചങ്ങ് എടുക്കണം ഇനി കേട്ടോ. എനിക്ക് ഈ തക്കാളി ഇല്ലാണ്ട് മീൻകറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആലോചിക്കാനേ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതെങ്ങനെ ഈ തക്കാളി ഇല്ലാണ്ട് മീൻകറി ഉണ്ടാക്കുക, അത് നന്നാവോ, ടേസ്റ്റ് ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ ഒരു അലഭാരമായിരുന്നു. പക്ഷേ ഒരാവശ്യമല്ല തക്കാളിയുടെ ഒന്നും. ഇതുപോലെ മത്തി കൊണ്ട് കറി വെക്കുമ്പോഴത്തേക്കും വെറും കുടംപുളി മാത്രം മതി കേട്ടോ. മത്തി കറി വെക്കാനായിട്ട് വേറെ പുളിയുടെ ഒന്നും ആവശ്യമില്ലേ. അപ്പോൾ നമ്മൾ തക്കാളി ഒന്നും കൂട്ടാണ്ടാണ് ഈ ഇങ്ങനെ മത്തി മുളക് ഇടാൻ പോണത്. അപ്പം ഞാൻ കുടംപുളി ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒന്നും ആവശ്യമില്ല. എനിക്കതിൻ്റെ അളവ് അറിയാത്തത് കൊണ്ട് ഞാൻ കുറച്ചധികം ഇട്ട് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ പകുതി എടുത്തിട്ട് ബാക്കി അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് ഓർത്തു. മത്തി ഇതാ ഇത്രയും ഉണ്ട് കേട്ടോ. അതിൽ കുഞ്ഞു 2-3 ചെമ്മീൻ കുട്ടികളുണ്ട്. പിന്നെ ഒരു പരന്ന വേറെ 1-2 മീനുകളുണ്ട്. അതെല്ലാം കൂടെ അങ്ങനെ നന്നാക്കി വെച്ചിരിക്കുകയാണ്. ഇതിനിപ്പോൾ പകുതി എടുത്ത് വറുക്കാനൊന്നും നിൽക്കണില്ല. അതങ്ങനെ മൊത്തത്തിലങ്ങ് മുളകിടാന്ന് വെച്ചു. അപ്പോൾ ഉള്ളിയൊക്കെ കണ്ടു അതുപോലെ നല്ലോണം മൂത്ത് നല്ല പരുവായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളിടുക, വേറൊന്നുമില്ല. കുറച്ച് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ഒരു 2-2.25 സ്പൂൺ മുളക് പൊടി ഇട്ടു. പിന്നെ ഇപ്പോൾ ഇടുന്നത് നമ്മുടെ കാശ്മീരി ചില്ലിയാണ്. അത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രം, അത്ര അധികമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പൊടികളുടെ മസാലക്കുത്ത് ഒന്ന് മാറത്തക്ക വിധം ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുടംപുളി ഇട്ട് വെച്ചിട്ടുള്ള ആ വെള്ളമില്ലേ അത് ഒഴിച്ചു കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പിടുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇനി നമ്മൾ കുറച്ച് ചാറിനായിട്ട് വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടേക്ക് ഇത്തിരി പണി കിട്ടി എന്ന് വെച്ചാൽ ഇത്രയും വെള്ളം വേണ്ടിയിരുന്നില്ല. ഞാൻ ഉദ്ദേശിച്ച വിധത്തിൽ കറി അങ്ങ് കുറുകി കിട്ടിയില്ല. ഈ ഒരു സമയത്ത് നമ്മളിപ്പോൾ എന്താ പറയുക, കുടംപുളി ഇട്ട വെള്ളം 1 കപ്പാണെങ്കിൽ ഒരു 1.5 കപ്പ് പച്ചവെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ പക്ഷേ കുറച്ച് ജാസ്തി വെള്ളം ഒഴിച്ചു കൊടുത്തു. അതുകൊണ്ട് ഒരു കറി മാതിരിയായി. ശരിക്കും മത്തി മുളകിട്ടത് ഇങ്ങനെ ഒരു കുറുകിയ പരുവത്തിലാണ് ആവേണ്ടത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉലുവാപ്പൊടിയാണ്. എന്ന് വെച്ചാൽ ഈ മോര് ചൂട്ടനായിക്കോട്ടെ, മീൻ കറി ആയിക്കോട്ടെ, അതിക്കൊക്കെ ഉലുവാപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് പ്രത്യേക ഒരു രുചി മണോ ഒക്കെ പൊന്തി വരും. ഞാൻ സാധാരണ പൊഴിച്ച് വെക്കലുണ്ട്, ഇപ്പം അതും ചെയ്ത് വെക്കലില്ല. ഒരു സാധനം എൻ്റെ ഫ്രിഡ്ജിൽ ഇരിക്കണില്ല. ഇതുപോലെ ഈ പറഞ്ഞ കൂട്ട് വെളുത്തുള്ളി ഇഞ്ചി നേരേക്ക് വെച്ചത്, ഉലുവാപ്പൊടി, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മുന്നേ നേരേക്ക് വെക്കലുള്ളതാണ്. അപ്പോൾ നമുക്ക് സുഖമാണ്, എന്തെങ്കിലും വെച്ചുണ്ടാക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെയും ഞാൻ പെൻഡിങ് ആക്കിയിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് റെഡിയാക്കാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് തോന ഉലുവയൊക്കെ എടുത്ത് വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കൂട്ടം നല്ല രീതിക്ക് തിളച്ച് കുറുകി പാകമായിക്കൊണ്ടിരിക്കുകയാണ്. സെറ്റായിട്ടില്ല, മത്തി ഇടാൻ അങ്ങ് ആവുന്നേ ഉള്ളേ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഉപ്പേരിക്ക് അരിയാൻ പോവുകയാണ്. ഇത് നമ്മളെ കിറ്റുന്ന് കിട്ടിയാണ് കേട്ടോ. പച്ചവഴുതനയുണ്ട്, പിന്നെ ഉണ്ടവഴുതനയില്ലേ അതുമുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ പകുതിയും എടുത്ത് നുറുക്കി ഉപ്പേരിയാക്കാൻ പോവുകയാണ്. ഇവിടെ ഏട്ടന് ഒത്തിരി ഇഷ്ടമാണ് വഴുതന ഉപ്പേരി, എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ ഉലുവാപ്പൊടി ഒന്ന് ആറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അവർ നേരെ കൊണ്ട് ഞാൻ എൻ്റെ കാർക്കൂന്തലൊക്കെ ഒന്ന് വേറെടുത്താണ്. കാർക്കൂന്തൽ എന്ന് പറയാൻ പോലും ഇല്ല. കുളി കഴിഞ്ഞേം പാടി നനഞ്ഞ കോഴിക്കുട്ടി ഉണ്ടാവില്ലേ, അതുമാതിരി 2 തൊപ്പ തൂട മാത്രമേ എനിക്ക് തലമണ്ടയിലുള്ളൂ കേട്ടോ. പക്ഷെ പാറിപ്പിച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെയൊക്കെ സെറ്റാണേ. കുറേ കാലം കൂടെ നമുക്ക് വെച്ച് ഓടിക്കാം. അതുപോലെ നമ്മളെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്ന കുറച്ച് ഫ്രണ്ട്സ് നമ്മളെ വീഡിയോയിലുള്ള നല്ലതും പറയാറുണ്ട്. അതുപോലെ എന്തെങ്കിലുമൊക്കെ പാളിച്ച് വരുമ്പോൾ അത് എടുത്ത് പറയാറുണ്ട്, അത് മാറ്റി മുന്നോട്ട് നല്ല രീതിയിൽ പോകാനായിട്ട്. അങ്ങനെ വന്നൊരു കമൻ്റായിരുന്നു, ഞാൻ അടുക്കളയിൽ പണിയെടുക്കുമ്പോഴത്തേക്കും കൈ ഇങ്ങനെ മേലെ തുടച്ചിട്ട് ഡ്രസ്സൊക്കെ നനച്ച് വൃത്തികേടാക്കുന്നത്. അപ്പോൾ അടുക്കളയിൽ ഒരു തുണിയോ മറ്റോ വെച്ച് കഴിഞ്ഞാൽ അടുക്കള പണിയെടുക്കുമ്പോൾ കൈയൊക്കെ അതിൽ തുടയ്ക്കാമല്ലോ, ഡ്രസ്സും മുഷിയില്ല, കൈയും വൃത്തിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് വന്നപ്പോൾ ഞാനതിന് റിപ്ലൈ കൊടുത്തായിരുന്നു അന്ന്. ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല, ഞാൻ ശ്രദ്ധിച്ച് മുന്നോട്ട് പൊക്കോളാം എന്നൊക്കെ. അത് കുറേ ആയിട്ടോ, ഏതോ ഒരു പഴയ വ്ളോഗിലാണ് അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്.
പോകെ പോകെ ഞാൻ വീണ്ടും എന്തിൻ്റെയോ വാല് കോളിലിട്ടാൽ നേരെ ആവില്ല എന്ന് പറഞ്ഞും കൂട്ട് എൻ്റെ പഴയ സ്വഭാവം പുറത്തേക്ക് ഇറക്കി ഡ്രസ്സിൽ തന്നെ കൈ തുടയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷേ ആളെൻ്റെ വീഡിയോ കണ്ട് കൃത്യമായി നിരീക്ഷിച്ച് വീണ്ടും കമൻറ്റ് ചെയ്തിട്ടുണ്ട്, മുന്നേ പറഞ്ഞതാണ് നിങ്ങൾ കൈ അങ്ങനെ തുടക്കില്ല എന്നുള്ളത്, ഇപ്പോൾ വീണ്ടും അതേപോലെ തന്നെയാണല്ലോ ചെയ്യണേന്നുള്ളത്. അതിനിപ്പോൾ ഇത്തിരി നീരസത്തിലാണെങ്കിലും സ്നേഹത്തിലാണെങ്കിലും അവർക്കത് പറയാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഒരു തവണ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഓക്കെ പറഞ്ഞ കാര്യമല്ലേ, എന്താ ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാന്ന് എനിക്കറിയാൻ പാടില്ല, എനിക്ക് ഓർമ്മ എന്ന് പറഞ്ഞത് ഇല്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എനിക്ക് ഒത്തിരി ഓർമ്മ ഉണ്ടാവില്ല. ഞാൻ എപ്പോഴും ഓർക്കും അടുക്കളപ്പണി എടുക്കുമ്പോൾ ഒരു ടർക്കിയോ ടവലോ തോളയിലിടുകയോ അടുക്കളയിൽ വെക്കുകയോ ചെയ്യാം, എന്നാൽ പിന്നെ കൈയായി തന്നെ തുടയ്ക്കാന്ന്. അത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ പറഞ്ഞത് വളരെ വാസ്തവം സത്യമുള്ള ഒരു കാര്യമാണ്. കാരണം എൻ്റെ ഡ്രസ്സിൻ്റെ ഈ 2 സൈഡും അതുപോലെ വയറിൻ്റെ സൈഡും ഒക്കെ കരിമ്പന പിടിച്ച മാതിരിയാണ് ഈ വെള്ളം നനവും വെള്ളം തുടയ്ക്കലും കാരണം കൊണ്ട്. ഞാൻ ഇനി തീർച്ചയായും ശ്രദ്ധിച്ചോളാം കേട്ടോ. ഈ ഒരു വ്ളോഗിലും ചിലപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ കമൻറ്റ് ഓർത്തതേ. അപ്പോൾ തുടർന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇടുന്ന വ്ളോഗുകൾ ഞാൻ കൃത്യമായി നോക്കി അടുക്കളയിൽ കയറുമ്പോഴത്തേക്കും ടർക്കി വെച്ച് അതിൽ തന്നെ തുടച്ചോളെ. സോറി പറയല്ലാണ്ട് വേറെ വഴിയില്ല. പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ ചെറിയ കുട്ടിയൊന്നല്ല, ഇത്രയും നാളും പ്രായം അന്തൊക്കെ ഉണ്ട്. ഇനിയെങ്കിലും എനിക്ക് നന്നാവാൻ പറ്റിയിട്ടില്ലെങ്കിൽ ജന്മത്ത് നന്നാവുമെന്ന് തോന്നണില്ല. ഒക്കെ ഞാൻ ശരിയാക്കിക്കോളാം കേട്ടോ. നമ്മുടെ മത്തിയൊക്കെ നന്നാക്കി ഇങ്ങനെ ഈ 2 വരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ പുളിയും എരിവൊക്കെ നല്ല രീതിക്ക് മത്തിയിലങ്ങ് പിടിക്കണമല്ലോ. അപ്പോൾ പുളിയൊക്കെ നല്ലോണം വറ്റി പാകത്തിന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ മത്തി തട്ടി കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ വെള്ളത്തിൻ്റെ അളവ് ഇത്തിരി കൂടിയിട്ടുണ്ട് എന്ന്. ശരിക്കും ഇത്രയും വെള്ളം വേണ്ട കേട്ടോ. ഈ വെള്ളത്തിൻ്റെ ഒപ്പം അങ്ങനെ മത്തി കിടക്കണം. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ച് പിന്നെ തുറന്ന് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ കുറുന്നനെയുള്ളൊരു ചാറിൽ മത്തി ഇങ്ങനെ കിടക്കും. അപ്പോഴാണ് ഈ ഒരു മുളകിട്ട മത്തിക്കറിക്ക് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ ഇതിൽ ഇത്തിരി ചാറായിപ്പോയി. എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഇപ്പം ഇന്ന് ബാക്കി വന്നത് നാളെ എടുക്കും. എനിക്ക് നല്ല ഇഷ്ടമാണ് തലേദിവസത്തെ മത്തിച്ചാറ് കൂട്ടി പിറ്റേ ദിവസം ചോറ് കഴിക്കാനായിട്ട്. അപ്പം ഞാൻ ആ ഒരു ഗ്യാപ്പിൽ ഇതാ നമ്മുടെ വഴുതന ഉപ്പേരിയാക്കിയിട്ടുണ്ട്. കുറച്ച് നേരം ഗ്യാസിൽ വെച്ചു കേട്ടോ. അതൊന്നങ്ങ് വെന്ത് കിട്ടിയപ്പോഴത്തേക്കും അടുപ്പത്തിരുന്ന് നമ്മുടെ കൂട്ടാൻ ഏകദേശമൊക്കെ വെന്ത് മേടിച്ച് വെച്ചു. അപ്പം ഞാൻ എന്താക്കി, ഇതെടുത്തിട്ട് അടുപ്പത്തട് കൊണ്ടുവച്ചു. പിന്നെ അടുപ്പത്ത് വെച്ചാണ് ബാക്കി ഉപ്പേരിയുടെ മുഴുക്കൻ പണി അങ്ങോട്ട് തീർത്തത്. കൂടുതൽ അടുപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം എൻ്റെ ഗ്യാസും കുറ്റി തീരുന്നതിൻ്റെ സമയം കുറച്ചധികം കിട്ടുന്നുണ്ട്. മറ്റത് 1 മാസം അങ്ങ് ആകുമ്പോഴത്തേക്കും എൻ്റെ ഗ്യാസും കുറ്റി കാലിയാവും. ഇപ്പോൾ പക്ഷേ ഒരു 1.5-1.25 മാസമൊക്കെ എത്തുന്നുണ്ട് കേട്ടോ. 2 മാസം തികയൂല, എൻ്റെ മുന്നേ കഴിയും. എന്നാലും അടുപ്പ് ഉപയോഗിക്കുന്നതിന് കാര്യമുണ്ട്. അത്രയും ചാറാക്കി വെച്ചിട്ട് തന്നെ ഇങ്ങോട്ട് നോക്കി നോക്ക്. ഇത്തിരി നേരം ഒന്ന് അടച്ച് വെച്ചപ്പോഴത്തേക്കും കുറുകി നല്ലൊരു പരുവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ഈ മത്തിയും അയിലയൊക്കെ കറി വയ്ക്കുമ്പോഴത്തേക്കും ഈ കയ്യിലും വെച്ച് കുത്തി ഇളക്കുമ്പോഴാണ് മീൻ വല്ലാണ്ട് അങ്ങ് ഉടയുക. ഇതുപോലെ ചട്ടിയിലൊക്കെ കറി വയ്ക്കുമ്പോൾ മീനൊന്നിങ്ങനെ ഇളക്കണതിൽ ചട്ടി പിടിച്ചങ്ങ് ചുഴറ്റിയാൽ മതി. അപ്പോൾ മീനൊക്കെ ആ ചാറി കിടന്ന് ഇളകുകയും ചെയ്തോളും, മത്തി ഒട്ടും തന്നെ പൊട്ടുകയും ചെയ്യില്ലേ. ഞാൻ ആ ഒരു കാര്യം മീൻകറി വെക്കുന്ന ആ ഒരു സമയത്ത് പറയണമെന്ന് ഓർത്തയാണ്, പറയാൻ മറന്നതാണ്. മാക്സിമം ചട്ടുകവും കയ്യിലും വെച്ചിട്ട് ഇളക്കാണ്ടിരിക്കുക. ഇതുപോലെ ചുഴറ്റി ഇളക്കുക. ഇടയിലൊക്കെ ഞാൻ ചിലപ്പോൾ ഒന്ന് ഉപ്പ് നോക്കാനൊക്കെ ആയിട്ട് കയ്യിൽ ഉപയോഗിക്കലുണ്ട് കേട്ടോ. അപ്പോൾ മീൻകറിയൊക്കെ ആയപ്പോഴത്തേക്കും അതിലോട്ട് കറിവേപ്പില, ഉണക്ക കറിവേപ്പിലയാണേ ഉള്ളൂ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂൺ ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുണ്ടല്ലോ ശരിക്കും ഇന്നല്ല കഴിക്കേണ്ടത്, തലേ ദിവസമൊക്കെ വെച്ചിട്ട് പിറ്റേ ദിവസം. അപ്പോൾ ആ മത്തിക്കൊരു പ്രത്യേക രുചിയാണ്. ഈ കറിക്ക് നല്ലൊരു മണമാണ് കേട്ടോ. പക്ഷെ ഇത്രയും ചാറ് പാടില്ല, എപ്പോഴും പറയണു. വളരെ കുറച്ച് ചാറെടുത്താൽ മതി കേട്ടോ. കയ്യിൽ ഉപയോഗിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോൾ കയ്യിലിട്ട് ഇളക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു മത്തി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, പൊട്ടിയിട്ടൊന്നുമില്ല. ഇതുപോലെ നമ്മൾ ആ വരഞ്ഞ ഭാഗം ഇങ്ങനെ വിണ്ട് നിൽക്കണമെന്നല്ലാണ്ട് പൊട്ടാണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഉണ്ടല്ലോ കുടംപുളി വരെ കഴിക്കാറുണ്ട്. കുടംപുളിയൊക്കെ എനിക്ക് വിരോധമായിരുന്നു പണ്ട്. ഇപ്പം അതിൻ്റെയും അഡിക്റ്റായിട്ടാ. പിന്നെ കറി ഒരുപാട് നേരം വെക്കാനൊന്നും കാത്തില്ല. ഇതുപോലെ കിണ്ണത്തിക്ക് ചോറും വിളമ്പി കുണ്ടൻ കറിയും വിളമ്പി ഉപ്പേരിയാക്കി ഞങ്ങളങ്ങ് കഴിച്ചിട്ടുണ്ട്. മക്കൾക്ക് പിന്നെ ഉപ്പേരി വേണ്ടല്ലോ, അതുകൊണ്ട് വെറും ചോറ് കൊടുത്തതാണ്. മക്കൾ ചെന്നപ്പോൾ ഇവിടെ അച്ഛൻ ഉണ്ടായിരുന്നുള്ളൂ, ആദ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വൈകിട്ടൊരു സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കുന്നുണ്ട്. ഷോർട്സുകൾ കണ്ടവർക്ക് കൃത്യമായിട്ട് എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ വലിയ ഗോതമ്പില്ലേ, അത് ഇത്തിരി വെള്ളം പറഞ്ഞ് ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്നും ഇളക്കി വെക്കുക. എന്നിട്ട് അത് ഇത്തിരി ഒന്ന് കുതിർന്നതിന് ശേഷമാണ് മിക്സർ ജാറിലിട്ടിട്ട് അത് തിരിക്കണ്ടേ. ഞാൻ പക്ഷേ അതിനൊന്നും നിന്നില്ല. അപ്പോഴേ മിക്സർ ജാറിലിട്ടിട്ട് നമ്മൾ ഒന്നും അങ്ങോട്ട് കറ ഇങ്ങോട്ട് അടിച്ചെടുക്കുക. എന്നുവെച്ചാൽ പൊട്ടിക്കുക, നല്ലോണം പൊടിക്കാണ്ട് ഒന്നും അങ്ങോട്ട് പൊട്ടിക്കുക. എന്നിട്ട് കുറേ പ്രാവശ്യം കഴുകുക. അപ്പോൾ ആ വലിയ ഗോതമ്പിലുള്ള ഉമിയും ചളിയും ഒക്കെ അങ്ങ് പൊക്കോളും. നല്ല രീതിക്ക് കഴുകിയതിന് ശേഷം
കുറേ അധികം വെള്ളം ഒഴിച്ചിട്ട് അത് വേവിച്ചെടുക്കുക. കുക്കറിലൊക്കെ ആണെങ്കിൽ കുറച്ചധികം വിസിൽ വെക്കണം എന്നേ ഉള്ളേ. അപ്പോൾ നമ്മൾ അടുപ്പയിൽ നല്ല കണലല്ല, തീയേ ഉണ്ട്. അപ്പോൾ ഞാൻ അതുപോലെ ഒരു ചട്ടിയിൽ നിറയെ വെള്ളം ഒഴിച്ചിട്ട് അത് വേവിക്കുകയാണ്. ഇനി അതങ്ങനെ കിടന്ന് വേവട്ടെ. ഇത് ഉച്ചയാകുമ്പോൾ പണിയൊക്കെ ഒരുങ്ങിയിട്ട് അടുപ്പത്തിട്ടേന് കേട്ടോ. ഉച്ചരിങ്ങിട്ടോ അല്ലെങ്കിൽ വൈകിട്ടോ കഴിക്കാമെന്ന് ഓർത്തിട്ടേ. എൻ്റെ അമ്മയൊക്കെ പറയും അമ്മമ്മയുടെയൊക്കെ ചെറുപ്പത്ത് എന്ന് വെച്ചാൽ അമ്മമ്മയൊക്കെ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ചോറൊന്നും അധികം ഉണ്ടാവില്ല അത്രേ, വയറ് നിറച്ച് കഴിക്കാനായിട്ട്. ആ സമയത്തൊക്കെ ഇതുപോലെ ഗോതമ്പ് പുഴുങ്ങിയതും കട്ടനൊക്കെ അത്രേ കൊടുക്കുക. അന്നൊക്കെ ഇത് വിശപ്പ് മാറാൻ അത്ര ആൾക്കാർ ഉപയോഗിച്ചിരുന്നത്. ഇപ്പം പിന്നെ നമ്മൾ അങ്ങനെയൊന്നല്ല, നമുക്ക് നല്ല രുചിയും ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പഴയ ഒരു ഓർമ്മയൊക്കെ കിട്ടാൻ വേണ്ടി ഉണ്ടാക്കണതാണല്ലേ. അപ്പോൾ അതൊക്കെ വേവുന്ന നേരം കൊണ്ട് ഞാൻ ഇത്തിരി നേരം ഒന്ന് പോയി കിടന്നേണ്. അപ്പോൾ അച്ചൂസിനെ കുറേ വിളിച്ചു എൻ്റെ കൂടെ കിടന്നുറങ്ങാൻ. നത്തു വന്നില്ല കേട്ടോ. അപ്പോൾ അന്ന് ഉച്ചരിങ്ങിട്ടാണ് എൻ്റെ ആദ്യം വീട്ടിൽ പോയിട്ട് വന്നത്. അപ്പോൾ എൻ്റെ അമ്മ എനിക്ക് അവിടുന്ന് സാമ്പാർ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അമ്മയുടെ സാമ്പാറിൻ്റെ അഡിക്റ്റാണ് ഞങ്ങൾ കേട്ടോ. കുപ്പി തുറന്നപ്പോൾ തന്നെ എന്ത് മണമായിരുന്നു അറിയാം. ഈ സാമ്പാർ ഞാൻ എത്ര ഉണ്ടാക്കിയാലും ഈ ഒരു സാമ്പാറിൻ്റെ മണവും ഗുണവും ഒന്നും കിട്ടില്ല. എൻ്റെ അമ്മ അതിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചേർക്കുന്നുണ്ടോയെന്നാവോ, പക്ഷേ ഞങ്ങൾക്ക് ആ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു തന്നിട്ടില്ല. അമ്മ പറഞ്ഞു തന്ന രീതിക്കാണ് ഞാൻ സാമ്പാർ വയ്ക്കില്ല, പക്ഷേ ആ ഒരു രുചി കിട്ടില്ല. അത് അമ്മമാർക്ക് മാത്രം അറിയുന്നൊരു ടെക്നിക്കാണ് അല്ലേ. അപ്പോൾ അതാ ഉച്ചരിങ്ങിയപ്പോഴല്ല ഒരു 5-6 മണിയൊക്കെ ആയി. വളക്കൊളുത്തിക്കാട്ടാൻ നേരമായപ്പോഴത്തേക്കും ഗോതമ്പൊക്കെ വെന്തു. ഇത്രയും വെള്ളം ഉണ്ടായിരുന്നില്ലേ, ഞാനൊരു 1.5 ഗ്ലാസ് ചൂടുവെള്ളം പാർന്നതാണ്. നല്ലോണം വറ്റിയിട്ട് ഗോതമ്പ് ഇങ്ങനെ വേറെ വേറേനെ കടന്നിരുന്നത്. എനിക്ക് പക്ഷെ അങ്ങനെ അങ്ങോട്ട് ഇഷ്ടമല്ല, എനിക്കൊന്നിങ്ങനെ ലൂസായിട്ടാണ് ഇഷ്ടം. അപ്പം ഞാൻ അതിലോട്ട് ഉപ്പൊക്കെ ഇട്ട് വലിയൊരു തേങ്ങയും ചിരകിയിട്ടിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇനി അങ്ങോട്ട് കോരി തിന്നുക. ഞാൻ കട്ടനും എടുത്ത് അങ്ങനെ ഒരു കിണ്ണം ഗോതമ്പ് വേവിച്ചത് കഴിച്ചോട്ടെ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനത്തെ ഗോതമ്പ് വേവിച്ചത്. വൈകുന്നേരം ഞാൻ ചോറൊന്നും കഴിച്ചില്ല. കറി വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒന്നും കൂടെ കുറുകി നല്ലൊരു പരുവം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകിട്ട് പിന്നെ ആദ്യ ചൂട്ടനും ഈ മീൻകറിയൊക്കെ കൂട്ടിയിട്ടാണ് ചോറ് കഴിച്ചത്. ആദ്യത്തെ മീൻകറിയുടെ സൈഡിൽ സാമ്പാർ ഒരു പറ ഒഴിച്ചിട്ടുണ്ട്. സാമ്പാർ അടിച്ചാണല്ലോ. ഞാൻ പിന്നെ ഇതേ കഴിച്ചുള്ളേ. ഏട്ടനുള്ളതും ഇത്തിരി മാറ്റി വെച്ചു. ബാക്കി കുറച്ച് എടുക്കുമ്പോൾക്കും കൊടുത്തു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. നമുക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മളെ ഫാമിലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ ഫാമിലിക്ക് അത്യാവശ്യമാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് മുന്നിലേക്ക് നല്ല രീതിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ അടുത്തൊരു ലോങ് വീഡിയോയിൽ കാണുന്നത് വരത്തേക്കും എല്ലാവർക്കും നല്ലൊരു ടാറ്റ ബൈ ബൈ. അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ലോങ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും 1000 സ്നേഹത്തോടെ ടാറ്റ ബൈ ബൈ വീണ്ടും പറയുകയാണേ.